ഖുശാംദീദ് ബച്ചോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ തരാന ഹിന്ദി എന്ന പാഠഭാഗത്തിലെ താലീമി സർഗർമയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം അല്ലേ? നോക്കൂ. ബച്ചോ നസ്മ തരാന ഹിന്ദി ഹം സബ് മിൽക്കർ ഗായി. എന്താണ് ആദ്യത്തെ പ്രവർത്തനം? തരാന ഹിന്ദി എന്നുള്ള ഈ പദ്യം നമുക്കൊരുമിച്ച് പാടാമെന്നാണ് പറയുന്നത്. നിങ്ങളൊക്കെ പാടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? പിന്നെയോ നെക്സ്റ്റ് എന്താ? നസ്മ തരാന ഹിന്ദി മുഖ്തലിഫ് തറസ് മേ ഗായി. അടുത്തത് പറയുന്നത് എന്താണ്? തരാന ഹിന്ദി വ്യത്യസ്ത രീതികളിൽ ആലപിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിൽ പാടിയിട്ടുള്ള സാരേ ജഹാ സേ അച്ഛയുടെ വീഡിയോകളും ഓഡിയോകളും ഒക്കെ നമുക്ക് ലഭ്യമാണ്. നമുക്ക് അത് കേട്ട് അതുപോലെ പാടാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായി നമുക്ക് തന്നെ ട്യൂൺ ചെയ്യാം. അപ്പോൾ വ്യത്യസ്ത രീതിയിൽ ആ പാഠഭാഗം ആലപിക്കുക. നെക്സ്റ്റ് എന്താ? अगला सवाल ये है, इस नज़्म के एक शेर में हिंदुस्तान के सबसे ऊंचे पहाड़ हिमालय का जिक्र आया है. शेर चुनकर लिखिए. എന്താ പറയുന്നത്? ഇസ് നസ്മ കെ ഏക് ഷേർ മേ, ഈ പദ്യത്തിലെ ഒരു ഈരടിയിൽ ഹിന്ദുസ്ഥാൻ കെ സബ്സെ ഊഞ്ച പഹാഡ്, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പഹാഡ് മലനിരയായിട്ടുള്ള ഹിമാലയെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്മരിക്കുന്നുണ്ട്. ആ ഷേർ ഏതാണെന്ന് ചുൻകർ ലിക്കി, അത് തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഏതിലാണത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടാവും അല്ലേ? എന്നാലും നമുക്ക് നോക്കാം. എവിടെയാണത്? നോക്കൂ, ഇവിടെയാണല്ലേ. പർബത് वो सबसे ऊंचा, हमसाया आसमां का, वो संतरी हमारा, वो पासബാ ഹമാര. ഇതിലാണ് പറയുന്നത് അല്ലേ? ഉയർന്ന കിടക്കുന്ന മലനിരകൾ, അതിൻ്റെ തൊട്ടടുത്താണ് ആകാശം അല്ലേ? പരന്ന് കിടക്കുന്ന ഈ ആകാശത്തിൻ്റെ അയൽക്കാരനായിട്ടുള്ള ഉയർന്നു നിൽക്കുന്ന നമ്മുടെ പർവ്വതനിരകൾ, ഇവയാണ് നമ്മുടെ കാവൽക്കാരൻ, ഇവയാണ് നമ്മുടെ സംരക്ഷകൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചുറ്റും ഒരു കാവലായി നിൽക്കുന്ന നമ്മുടെ ഹിമാലയ പർവ്വതങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ഷേർ. അപ്പോൾ നമുക്കത് അതിലെഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ചോദ്യം എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഷേർ എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്ത സർഗർമി നോക്കാം. നോക്കൂ. ബച്ചോ ഈ ഷേർ ബാർ ബാർ പഠിയെ. ഈ വരികൾ, ഈ ഈരടി വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കൂ എന്നാണ് പറയുന്നത്. ഏതാണ് ആ വരികൾ? മസ്ഹബ് നെഹി സിക്കാത്ത, ആപ്പസ് മെഭേർ രഖന, ഹിന്ദി ഹെ ഹം വതൻ ഹെ, ഹിന്ദു സിത്താൻ ഹമാര. അല്ലേ? എന്തായി പറയുന്നത്? ഇതിലെന്താ ചെയ്യേണ്ടെന്നിട്ട്? ഇസ് ഷേർ കാ മത്ലബ് ലിഖി, ഇതിൻ്റെ ആശയം എഴുതാനാണ് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ ആശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താ പറയുന്നത്? മസ്ഹബ് നെഹി സിക്കാത്ത, മതങ്ങൾ അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്നില്ല അല്ലേ? എന്ത്? ആപ്പസ് മേ ബേർ രഖന, പരസ്പരം ശത്രുത വെക്കാനായിട്ട്. എന്നുവെച്ചാൽ പരസ്പരം നമ്മുടെ മതങ്ങളൊന്നും, ഏത് മതമാവട്ടെ, ഹിന്ദു മതമാവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, ഇസ്ലാം മതമാവട്ടെ, ജൈന മതമാവട്ടെ, ഏത് മതമാണെങ്കിലും പരസ്പരം ശത്രുത വയ്ക്കാനും പരസ്പരം കലഹിക്കാനുമല്ല നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ? എന്താ പഠിപ്പിക്കുന്നത്? പരസ്പരം സ്നേഹത്തോടുകൂടെയും ഒരുമയോടുകൂടെയും പോകണമെന്നാണ് എല്ലാ മതത്തിൻ്റെയും പ്രമേയം. മനസ്സിലായോ? നമ്മൾ പല രീതിയിൽ പലതരത്തിലുള്ള പേരുകൾ ഉപയോഗിച്ച് നമ്മുടെ ദൈവങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് അല്ലേ? പലരും പല വിശ്വാസപ്രകാരം ഓരോരോ പേരുകൾ നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഏത് മതമാണെന്നുണ്ടെങ്കിലും ഒരിക്കലും പരസ്പരം തല്ലുണ്ടാക്കാനും മടിയുണ്ടാക്കാനും മറ്റുള്ളവരെ കൊല്ലാനും അല്ലേ, ചതിക്കാനും വഞ്ചിക്കാനും ഒന്നുമല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഒരൊറ്റ പ്രമേയമേ ഉള്ളൂ: പരസ്പരം സ്നേഹിക്കുക, സഹകരിക്കുക, സഹായിക്കുക അല്ലേ? അതാണ് എല്ലാ മതവും പഠിപ്പിക്കുന്നത്. പിന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാവുന്നത് അത് പലരും മതത്തെയൊക്കെ വളച്ചൊടിക്കുന്നത് കൊണ്ടാണ്, അതിലെ ആശയങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഖുർആൻ എടുത്താലും അതുപോലെ തന്നെ ഭഗവത്ഗീതയാണെങ്കിലും ബൈബിളാണെങ്കിലും എല്ലാത്തിലും ഒറ്റ ആശയമേ ഉള്ളൂ. എന്താണ്?
മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ഇതൊക്കെയാണ് അതിലെല്ലാം പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആശയം എന്താ? ഒരിക്കലും അല്ലേ ഇതിൽ പറയുന്നത് മതം പറയുന്നില്ല അല്ലേ, ഏത് മതവും നമ്മളെ പഠിപ്പിക്കുന്നില്ല എന്തിന്? പരസ്പരം ശത്രുത വെക്കാനായിട്ട്. ഹിന്ദി ഹെ ഹം വതൻ ഹെ, ഹിന്ദു സിത്ത ഹമാര. നമ്മുടെ രാജ്യം അല്ലേ, ഹിന്ദി അല്ലെങ്കിൽ ഇന്ത്യ നമ്മുടെ രാജ്യമാണ് അല്ലേ, ഇന്ത്യ നമ്മുടെ രാജ്യമാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഇന്ത്യ നമ്മുടേതാണ് അല്ലെങ്കിൽ ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിൻ്റെ മത്ലബ്? ഇങ്ങനെ എഴുതാം അല്ലേ, മസ്ഹബ് ഹമേ नफरत करने को नहीं सिखाते हैं. हर मज़हब आपस में प्यार करने को सिखाते हैं. हम सब हिंदुस्तान है अल्ले, हम सब हिंदुस्तानी है. हमारा वतन ഹിന്ദുസ്ഥാൻ ഹേ. എന്താ എഴുതിയത്? മസ്ഹബ് അല്ലേ, മതങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല? ശത്രുത വെക്കാനായിട്ട്. മസ്ഹബ് ഹമേ നഫ്രത് കർണേക്കോ നെഹി സിക്കാത്തേ ഹെ. ഇവിടെ അല്ലാട്ടോ കുത്ത്, ഇവിടെയാണ്. ഞാനിവിടെ എഴുതാം. ഓക്കെ, മതങ്ങൾ നമ്മളെ ശത്രുത വെക്കാനായി പഠിപ്പിക്കുന്നില്ല. ഹരേക്ക് മസ്ഹബ് അല്ലെങ്കിൽ ഹർ മസ്ഹബ് ആപ്പസ് മേ പ്യാ കർണേക്കോ സിക്കാത്തേ ഹെ. എല്ലാ മതവും പരസ്പരം സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഹം സബ് ഹിന്ദുസ്ഥാനി ഹേ, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ഹമാരാ വത്തൻ ഹിന്ദുസ്ഥാൻ ഹേ, നമ്മുടെ രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആശയം. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് അടുത്ത സർഗർമ്മി നോക്കാം. देखिए, എന്താ തസ്വീറിൽ കാണുന്നത്? തസ്വീർ में आप क्या देखते हैं? ये क्या है? हाँ, ये हमारा झंडा है. हमारा हिंदुस्तान का തിരങ്ക ജണ്ട ഹെ അല്ലേ. അപ്പോൾ നമ്മുടെ സർഗർമ്മി തിരങ്ക ജണ്ടയുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലായി അല്ലേ. എന്ത് ചെയ്യണം നോക്കാം. കൗമി ജണ്ടേ കി ഇസ് തസ്വീർ മേ രംഗ് ഭരെ ഓർ ദിയേ ഗയേ ജുംലോ കോ പുർ കരേ. എന്താ പറയുന്നത്? നമ്മുടെ ദേശീയ പതാകയുടെ ഈ ചിത്രത്തിൽ നമ്മൾ നിറം കൊടുക്കണം. എന്നിട്ട് ദിയേ ഗയേ ജുംലോ കോ പുർ കരയും എന്ന് താഴെ തന്നിരിക്കുന്ന കുറച്ച് ജുംലകൾ നമ്മൾ എന്ത് ചെയ്യണം? പൂർത്തിയാക്കണം. ഓക്കെ, അപ്പോൾ താഴെ ജുംലകളുണ്ട്, അത് നോക്കാം. അതിന് മുന്നായിട്ട് ഇവിടെ എന്ത് നിറമാണ് വരിക? ഈ നിറങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എഴുതാം അല്ലേ. നമുക്കറിയാമല്ലോ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ജഅ്ഫറാനിയാണ് വരിക അല്ലേ. ജഅ്ഫറാനി രംഗാണ് വരിക. ഇവിടെയോ സഫേദാണ്, ഇവിടെയോ ഹര പച്ച നിറമാണ്. പിന്നെ നമ്മുടെ ഈ അശോക ചക്രത്തിൻ്റെ നിറം എന്താ? നീലയാണ് അല്ലേ. അപ്പോൾ നമ്മളിതിനെ തിരങ്ക ജണ്ട എന്നാണ് പറയുന്നത്, ത്രിവർണ്ണ പതാക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കുങ്കുമ നിറം കൊടുക്കണം, ഇവിടെ ഒന്നും കൊടുക്കണ്ട അല്ലേ. ഇവിടെ നമ്മൾ പച്ച നിറവും കൊടുക്കണം. അപ്പോൾ അതൊക്കെയാണ്. നമുക്കിതിൻ്റെ ജുംല എന്താണെന്ന് നോക്കാം. നോക്കൂ, എന്താണ് ജുംല? ഒരു മിനിറ്റ്, ശരി. യേ ഹമാര ഡാഷ് ജണ്ട ഹേ. അപ്പോൾ എന്താ നമ്മളിവിടെ എഴുതുക? നമുക്ക് ആലോചിക്കാം അല്ലേ. എല്ലാം ഒന്ന് വായിച്ചതിന് ശേഷം ഉസ്കെ ഊപ്പർ കാ രംഗ് डैश है. डैश में सफ़ेद रंग है. कौमी झंडे के नीचे का रंग डैश है. सफ़ेद रंग के बीच में डैश है. अशोक चक्र का रंग डैश है. पिन्ने हमारा कौमी झंडे में डैश रंग है, इसलिए इसको डैश कहते हैं. നമ്മൾ ആ തിരങ്ക ജണ്ടയുടെ ചിത്രം കണ്ടിട്ട് പറഞ്ഞില്ലേ, ആ കാര്യങ്ങൾ മാത്രം മതി, അത് ഓർത്താൽ മാത്രം മതി നമുക്ക് ഈ പ്രവർത്തനം സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? പൂർത്തിയാക്കാനായിട്ട്. ആദ്യം എന്താണ് പറയുന്നത്? ഈ ഹമാര ഡാഷ് ജണ്ട ഹെ. ഇതെന്താണ് നമ്മുടെ? അതെ, നമ്മുടെ കൗമി ജണ്ടയാണ് അല്ലേ. നമ്മൾ പറഞ്ഞല്ലോ കൗമി എഴുതണം, ഇവിടെ ജണ്ടയുണ്ട്.
അടുത്തത് ഉസ്കെ ഊപ്പർ കാ രംഗ്, ഇതിൻ്റെ നിറം എന്താ പറഞ്ഞത്? കുങ്കുമ നിറം പറഞ്ഞല്ലോ. അതെ, സഅഫറാനി ഹെ. അപ്പോൾ ഉസ്ക ഊപ്പർ കെ രംഗ് സഅഫറാനി ഹെ. ഇനി സെൻറ്ററിൽ സഫേദ് രംഗാണെന്നാണ് പറയുന്നത്. സഫേദ് രംഗ് ഹേ, ഡാഷ് മേ സഫേദ് രംഗ് ഹേ, ഡാഷിൽ എന്താണ് വെള്ള നിറമാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുതാം ബേച്ച് മേ, ബേച്ച് മേ സഫേദ് രംഗ് ഹേ. അടുത്തത് കൗമി ജണ്ടയ്ക്ക് നീച്ചെ കാ രംഗ്, താഴത്തെ നിറം ഹരാ ഹേ. സഫേദ് രംഗ് കെ ബേച്ച് മേ, വെള്ള നിറത്തിൻ്റെ നടുവിലായിട്ട് എന്തുണ്ട്? അശോക ചക്രമുണ്ടല്ലോ, അതാണ് എഴുതേണ്ടത് അല്ലേ? അശോക ചക്ര ഹേ. ഓക്കെ, അശോക ചക്ര കാ രംഗ് എന്താ? നീല ഹേ. ഹമാരെ കൗമി ജണ്ടേമേ എത്ര നിറമുണ്ട്? തീനുണ്ട്. ചിലർ നീലയും കൂട്ടി ചേർത്ത് അഥവാ അശോക ചക്രവും കൂട്ടി ചേർത്ത് 4 എന്ന് പറയും. പക്ഷെ നമ്മൾ സാധാരണയായിട്ട് 3 നിറം എന്നാണ് പറയുക. കാരണം നമുക്കറിയാലോ പൂർണ്ണമായിട്ടുള്ള നിറം അല്ലേ, അതിൽ സെൻറ്ററിൽ ഒരു ചെറിയ പാർട്ടിൽ മാത്രമാണ് അശോക ചക്രം വരുന്നത്. അപ്പം അതധികം പറയാറില്ല, നമ്മൾ 3 നിറമാണ് പറയുക. ഇസ്ലിയെ ഉസ്കോ നമ്മൾ എന്ത് പറയുന്നു? ത്രിവർണ്ണ പതാക എന്ന് പറയും. ഓക്കെ, തിരങ്ക ജണ്ട, തിരങ്ക ജണ്ട കഹത്തെ ഹെ. അതുകൊണ്ട് നമ്മളിതിനെ ത്രിവർണ്ണ പതാക എന്ന് പറയുന്നു. വളരെ സിമ്പിളല്ലേ? അപ്പോൾ ഈ പ്രവർത്തനം കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇനി അടുത്ത സർഗർമി നോക്കൂ. ബച്ചോ ഹിന്ദുസ്ഥാൻ കെ ബാരെ മേ ആപ് ക്യാ ജാൻതേ ഹെ, നോട്ട് ലിഖേ. അതാണ് എന്താ പറഞ്ഞിരിക്കുന്നത്? കുട്ടികളെ, ഹിന്ദുസ്ഥാനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? നോട്ട് തയ്യാറാക്കൂന്ന്. നമുക്ക് ആദ്യം ഹിന്ദുസ്ഥാനെക്കുറിച്ച് ഇവിടെ ഒരു പദസൂര്യൻ വരച്ചൊന്ന് എഴുതി നോക്കിയാലോ? എഴുതി നോക്കാം അല്ലേ? നോക്കൂ, ഹിന്ദുസ്ഥാൻ. പറയൂ, ഹിന്ദുസ്ഥാനെക്കുറിച്ച് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും പഠിച്ചതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും? ഇന്ത്യയെക്കുറിച്ച് നമ്മൾ ആദ്യം തന്നെ എന്താണ് എഴുതുക? അതെ, വത്തനാണ്, നമ്മുടെ വത്തനാണ് അല്ലേ? പിന്നെ ഇന്ത്യയെക്കുറിച്ച് ഹൂബ് സൂറത്ത്, ഭംഗിയുള്ളതാണ്. പിന്നെ പ്യാര, പ്രിയപ്പെട്ടതാണ്. ഓക്കെ, പിന്നെന്തൊക്കെ എഴുതാം നമുക്ക്? ഹിമാലയ എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെന്താ? ഗംഗ എഴുതാം അല്ലേ? ഓക്കെ, പിന്നെയോ ഒരുപാട് മസ്ഹബുകളുണ്ട് അല്ലേ ഇവിടെ? ഓക്കെ, മസ്ഹബ് എന്ന് എഴുതാം. പിന്നെന്താ എഴുതാം? പിന്നെയും കുറേ കാര്യങ്ങൾ എഴുതാനുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇത് തന്നെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കൗമി ജണ്ടയെക്കുറിച്ച് എഴുതാം. പറ്റില്ലേ? പറ്റും. ഓക്കെ, ഇനി നമുക്കപ്പോൾ ഒന്ന് എഴുതി നോക്കിയാലോ? അപ്പോൾ വത്തൻ എന്ന് വെച്ച് നമുക്ക് എന്ത് എഴുതാം? ഹിന്ദുസ്ഥാൻ ഹമാരാ വത്തൻ ഹേ, ഹിന്ദുസ്ഥാൻ ഹമാരാ വത്തൻ ഹേ. പിന്നെ ഹമാരാ വത്തൻ ഖൂബ്സൂറത്ത് ഹേ, നമ്മുടെ വത്തൻ ഭംഗിയുള്ളതാണ് അല്ലേ? പിന്നെ ഹമാരാ വത്തൻ മേ, നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയുണ്ട്? വത്തൻ മേ ഊഞ്ചേ പർബത് അല്ലെങ്കിൽ ഊഞ്ചി പർബത് ഹിമാല ഹേ. പിന്നെന്താ? വലിയ നദിയായിട്ടുള്ള ഗംഗയുണ്ട് അല്ലേ? ഓക്കെ, ബഡാ ഓർ ഖൂബ്സൂറത്ത് ഗംഗ ഹേ. പിന്നെയും കുറേ എഴുതാം അല്ലേ? പിന്നെ ഇങ്ങനെ എഴുതാം, ഹമാരാ വത്തൻ പ്യാരാ പ്യാരാ ഹേ. പിന്നെയും കുറേ കാര്യങ്ങൾ എഴുതാനുണ്ട്, പക്ഷെ നമ്മൾ എഴുതുന്നില്ല. ഇത്രയൊക്കെ എഴുതാം അല്ലേ? ഇനിയും നിങ്ങൾക്ക് ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയെക്കുറിച്ച് എഴുതാൻ കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾക്കനുസരിച്ച് ഇതുപോലെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് നമ്മുടെ ദീഗർ സർഗർമിയാണ്, അതും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ദീഗർ സർഗർമി ഇതാണ്. ബച്ചോ ഗോഷ മുത്താലി ആമേ ഇസി തരഹ് കി കൈ കൗമി ഗീത് ഹേ, ഉൻകോ ചുൻകർ ലിഖേ ഓർ തറന്നം കെ സാത്ത് മിൽക്കർ ഗായേ. എന്താ പറയുന്നത് കുട്ടികളെ? സ്റ്റഡി കോർണറിൽ ഇതുപോലെയുള്ള പലതരത്തിലുള്ള കൗമി ഗീതുകൾ ഉണ്ടാകും. ഇതുപോലെയുള്ള ഒരുപാട് ദേശഭക്തി ഗാനങ്ങൾ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം? അവയൊക്കെ തിരഞ്ഞെടുത്ത് എഴുതിയിട്ട് രീതിയിൽ ആലപിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഗോഷാമുത്താലി അഥവാ സ്റ്റഡി കോർണർ എന്ന് പറഞ്ഞാൽ നമ്മൾ
വായിക്കാനും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനുമായിട്ടുള്ള ഒരു സ്ഥലം. അതിനെയാണ് സ്റ്റഡി കോർണർ എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന് പുറമെ പലതരത്തിലുള്ള ബുക്കുകൾ, പലതരത്തിലുള്ള മെറ്റീരിയൽസ് നമുക്ക് ഉണ്ടാവും, അവൈലബിൾ ആയിരിക്കും നമ്മുടെ കൂടുതൽ അറിവുകൾ വികസിപ്പിക്കാനും ഒക്കെയായിട്ട്. അപ്പോൾ നമ്മളെ അതുപയോഗിച്ചിട്ട്, ആ സ്റ്റഡി കോർണറിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യാനാണ് പറയുന്നത്, ഇതുപോലെയുള്ള കൗമികീതുകൾ, ദേശഭക്തി ഗാനങ്ങൾ അഥവാ വേറെ പുസ്തകങ്ങളിലൊക്കെ ഉണ്ടാവും അല്ലേ, നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്കുകൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിലുള്ളതുണ്ടാവും അല്ലേ. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള കൗമികീതുകൾ ശേഖരിക്കുക, എന്നിട്ട് എഴുതിയെടുത്ത് ക്ലാസ്സിൽ രീതിയിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ചൊല്ലുക. അപ്പോൾ ഇതോടെ കഴിഞ്ഞു കേട്ടോ ഈ പ്രവർത്തനങ്ങൾ. ഇനി അടുത്ത പാഠഭാഗമാണ്. അടുത്ത പാഠഭാഗത്തിലേക്ക് കാണുന്നവരേക്കും ഹുദാ ഹാഫിസ്.